ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഹവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഹാഫ് എ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാനാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് പാർട്ട് 1 ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. എന്നാലേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണണമല്ലോ. അതായത് കഥയുടെ നടുക്കെന്ന് നമുക്ക് കേട്ടാലും ഒന്നും മനസ്സിലാവില്ല, നമ്മൾ തലക്കെന്ന് കേട്ട് വരണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡ് വരെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡ് തൊട്ട് പഠിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കഥ വായിക്കും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡാണ് വായിക്കാനായിട്ട് പോകുന്നത്. We submitted to the fact and this submission both a sort of containment. ഇവിടെ പറയുന്നത് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് വന്നതിനൊരു സംതൃപ്തി ലഭിച്ചു എന്നാണ് പറയുന്നത്. കിട്ടി, ആ കുട്ടിക്ക് ഒരു സംതൃപ്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ലിവിങ് ബിഗിൻസ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബിഗിൻ. ഇവിടെ ഈ കുട്ടി പറയുന്നത് ഒരു ജീവി മറ്റൊരു ജീവിയുമായിട്ട് അടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ജീവികൾ കൂട്ടി അതർ ലിവിങ് ബിഗിനുമായിട്ട് ഇങ്ങനെ കൂടുക, അങ്ങനെയാണ് കുട്ടി പറയുന്നത്. ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ കുട്ടിയുടെ ഒരു ഊഹത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കണം. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൂമെൻറ്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെൽ ടു ബി മൈ ഫ്രണ്ട്സ്. എനിക്ക് ആദ്യ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആവണം എന്ന് തോന്നിയ ആ കൂട്ടുകാർ, ആ ബോയ്സ് തന്നെ എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടി എന്ന് പറയാണ്. fall in love with such girls as I want to be in love with. അതായത് പിന്നീട് അവന് ഈ ഒരു ഗേളിനെ എനിക്ക് ക്രഷ് അടിച്ചു, എനിക്ക് ലവ് ചെയ്യാൻ തോന്നി എന്ന് തോന്നിയ ആ ഒരു ഗേൾസിനെ തന്നെ അവൻ എന്ത് ചെയ്തു, ലവേഴ്സായിട്ട് ഒരു പാർട്ട്ണറായിട്ട് കിട്ടി എന്നാണ് പറയുന്നത്. വെൻ ഇറ്റ് സീംഡ് ടു മീ മൈ മിസ്ഗിവിങ്സ് ഹാഡ് ഓൺ ബേസിക്. അതായത് ഞാൻ ചിന്തിച്ച ഓരോന്നും എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു. അതായത് ഞാൻ വിചാരിച്ച പോലെ എല്ലാ സ്കൂളിൽ നിന്ന് കുട്ടി നമ്മളോട് പറയുകയാണ് I had never imagined school would have this rich variety. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സ്കൂൾ ഇതുപോലൊരു റിച്ച് വെറൈറ്റി ആണെന്ന് കുട്ടി ഒരിക്കലും വിചാരിച്ചിട്ടില്ല. We played all sorts of games. ഒരുപാട് ഗെയിംസ് കളിച്ചു കുട്ടി. സ്വിങ്ങിങ്, അതായത് ഊഞ്ഞാലാടി, ആൻഡ് വോൾട്ടിങ് ഹോഴ്സ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കുതിര ഇങ്ങനെ ആടുന്ന പോലത്തെ ഒരു ടോയ് ഉണ്ടല്ലോ, ആദ്യമൊക്കെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. അതുപോലൊരു ടോയ് സ്കൂളിലുണ്ട്, അതിൽ കളിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ബോൾ ഗെയിംസ്, ഒരുപാട് ബോൾ ഗെയിംസ് കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചേഞ്ച്ഡ് അവർ ഫസ്റ്റ് സോങ്. അവരാദ്യമായിട്ട് അവരുടെ മ്യൂസിക് റൂമിൽ കയറി അവിടുന്ന് അവരൊരു പാട്ട് പാടി. We also had our first introduction to language. അവർ ഫസ്റ്റായിട്ടൊന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു ലാംഗ്വേജസിൽ, പല ഭാഷകളിലായിട്ട്. We saw a globe of earth. ഒരു ഗ്ലോബ് കണ്ടു, ഒരു എർത്തിൻ്റെ ഗ്ലോബ് കണ്ടു. We rotate and show the various continents and countries. പലതരത്തിലുള്ള അവർ കണ്ടു, റൊട്ടേറ്റ് ചെയ്തപ്പോൾ അവർ കണ്ടത് ഒരുപാട് കോണ്ടിനെൻസും കൺട്രീസുമാണ് കണ്ടതെന്ന് പറയുന്നുണ്ട്. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. അവർ നമ്പേഴ്സൊക്കെ പഠിച്ചു തുടങ്ങി. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്. അവർ ഒരുപാട് നല്ല രുചികരമായ ഫുഡൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടി. നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല രുചികരമായിട്ടുള്ള ഫുഡാണോ കിട്ടാറ്? ഇപ്പം 9th ആണ്, 9th ഇപ്പോൾ ഫുഡില്ല, 8th വരെയാണല്ലോ ഫുഡുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടാറ്? ഞാൻ ഫുഡ് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകാറ്, സ്കൂളിൽ നിന്ന് വാങ്ങിക്കാറില്ല.
7th നിന്നും. 6th 5th ഒക്കെ ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പിന്നീട് അങ്ങോട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകലായി, സ്കൂളിൽ നിന്ന് വാങ്ങിക്കാറില്ല അധികം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മളെവിടെ എത്തി? ഓക്കെ, അങ്ങനെ ഡെലീഷ്യസ് ഫുഡൊക്കെ ആൾ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. ഇനി പറയുന്നത് എന്താണ്? ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചു. ഇത് അങ്കനവാടി ഒന്നുമല്ല, സ്കൂൾ തന്നെയാണ്. ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചു. നമ്മളോട് പറയില്ലേ, ചിലപ്പോൾ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ തന്നെ വേദാകുമ്പോൾ നമ്മൾ തന്നെ കിടക്കും, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയല്ലേ. അപ്പോൾ ആദ്യമൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഫ്രീ പീരീഡ് ഉണ്ടാകുമ്പോൾ ചില ടീച്ചേഴ്സ് പറയും, നിങ്ങൾ ഡെസ്കിൽ തലവെച്ച് കിടന്നോളി എന്ന് പറയും. ചിലപ്പോൾ പേരെഴുതാൻ ലീഡറൊക്കെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഡെസ്കിൽ തലവെച്ച് കിടന്ന് വർത്താനം പറയും, അങ്ങനെയല്ലേ. അപ്പോൾ അതേമാതിരി കുട്ടിയൊരു ചെറുതായിട്ടൊന്ന് മയങ്ങുകയാണ് കുട്ടി. ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവണം, ആൻഡ് വേക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. ഓക്കെ, അങ്ങനെ കുട്ടി നീക്കുമ്പോൾ പിന്നെയും എവിടേക്കാണ് പോകുന്നത്? ഫ്രണ്ട്ഷിപ്പിലേക്കും ലവിലേക്കും പ്ലേയിലേക്കും ലേണിങ്ങിലേക്കും ഒക്കെയാണ് പോകുന്നത്. ഇനി നമുക്ക് 12th സ്റ്റാൻസ നോക്കാം. A soul path revolved itself to us. എന്താണ്? അങ്ങനെ ഏതാണ്ട് നമുക്ക് സ്കൂളിൻ്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലായി. However, we did not find us totally sweet and unclouded. അപ്പം തന്നെ കുട്ടികൾക്ക് ഏതാണ്ട് മനസ്സിലായി, അത് ടോട്ടലി മുഴുവനായിട്ടും സ്വീറ്റും അൺക്ലൗഡഡും അല്ല എന്ന് മനസ്സിലായി. മുഴുവനായിട്ട് അവിടെ സന്തോഷം മാത്രമൊന്നും അല്ല എന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ് കുഡൻറ്റ് ഹാപ്പൻ സഡൻലി. അവിടെ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻസ് ഒക്കെ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട് എന്നൊക്കെ കുട്ടികൾക്ക് ഏതാണ്ട് പിടുത്തം കിട്ടിയിട്ടുണ്ട്. സോ വി ഹാഡ് ഇൻ എ വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. അതായത് നമ്മൾ നല്ല കരുത്തോടെ തന്നെ സ്കൂളിൽ നിൽക്കണം. അതായത് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല കുട്ടികളായിട്ട് നിൽക്കേണ്ടി വരേണ്ട ഒരവസ്ഥ വരാറുണ്ട്. ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ഓഫ് ഫൂളിങ് അറൗണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് നോട്ട് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. അതായത് ഇവിടെ മുഴുവനായിട്ടും നമ്മൾ കളിച്ച് കച്ചറ കാട്ടി നടക്കുന്നതിന് ഒരു കാര്യമില്ല. ഇവിടെ നമ്മൾ പഠിക്കാനും കൂടി അല്ലേ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണം, എപ്പോഴും കളിയും എപ്പോഴും ഫുളിഷായി നടക്കലും ഒന്നും നടക്കില്ല എന്ന് കുട്ടികൾക്ക് ഏതാണ്ട് പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇനി പറയുന്നത് always could bring about pain and heartbreak or give rise to fighting. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്കൂളിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. അതായത് ഞാൻ ജയിക്കും, എനിക്ക് കൂടുതൽ മാർക്ക് ഉണ്ടാവണം, ഞാൻ അവളെക്കാട്ടി മാർക്ക് വാങ്ങും, എനിക്ക് ഇവളെക്കാട്ടി മാർക്ക് വേണം, അങ്ങനെ ഒരുപാട് കാര്യത്തിന്, പഠിത്തത്തിൻ്റെ കാര്യത്തിന് മാത്രമല്ല ഒരുപാട് കാര്യത്തിന് ഇങ്ങനെ കോമ്പറ്റീഷന് പോലെ നടക്കാറുണ്ട് എന്ന് കുട്ടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടി പറയുന്നത് എന്താണ്? അത് വലിയൊരു ഫൈറ്റിങ്ങിലേക്ക് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട് എന്ന് കുട്ടി പറയുന്നുണ്ട്. ആൻഡ് വിൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈലിങ്. ഈ വുമൺ ആരാന്ന് വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ചില സമയത്ത് ചിരിച്ചുകൊണ്ടായിരിക്കും എന്ന് കുട്ടി പറയുന്നുണ്ട്. ഒരു നല്ല മൂഡിലാണെങ്കിൽ ആൾക്കാർ നല്ല സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുക, നല്ല ചിരിച്ചുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഷീ വുഡ് ഓഫ്റ്റൻ, എല്ലാ സമയത്തും അങ്ങനെയല്ല കേട്ടോ, ചില സമയത്തൊക്കെ സ്കൗളായിരിക്കും ആൻഡ് സ്കോൾഡായിരിക്കും. കോൾഡായിരിക്കും. അതായത് നല്ല വഴക്ക് പറയും ആൾക്കാർ, നല്ല സ്കോൾഡ് പറയും, നല്ല വഴക്ക് പറയും നമ്മളെ. ചില സമയത്ത് നമ്മൾ പറഞ്ഞു, ചില സമയത്ത് ആൾക്കാർ നല്ല ചിരിയായിരിക്കും. ടീച്ചേഴ്സൊക്കെ നമ്മളോട് നല്ല പാവം പോലെ പെരുമാറും. ചില സമയത്ത് നല്ല വഴക്ക് പറയും, ചില സമയത്ത് നല്ല കോപമായിരിക്കും അവർക്ക്. അങ്ങനെ ആയിരിക്കും. ചില സമയത്ത് അവരുടെ മൂഡ് എങ്ങനെ ഏതായിട്ട് മാറുന്നു നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. When more frequently she would resort to
ഫിസിക്കൽ പണിഷ്മെൻറ്റ്. അതായത് എന്താണ് ഇവർ ഇങ്ങനെ ദേഷ്യം പിടിക്കുക, ചീത്ത പറയുക, സ്മൈൽ ചെയ്യുക, അത് മാത്രമല്ല കുറച്ച് ഫിസിക്കൽ പണിഷ്മെൻറ്റ്സും നമുക്ക് തരും. അടി കിട്ടില്ലേ, വികൃതി കാട്ടിയാൽ അടി കിട്ടും, കച്ചറ കാണിച്ചാൽ നമുക്ക് അടി കിട്ടണ്ടേ, പിന്നെ നമ്മൾ അനുസരിക്കാതാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഫിസിക്കൽ പണിഷ്മെൻറ്റ്സും സ്കൂളിലുണ്ടെന്ന് കുട്ടി പറയുന്നുണ്ട്. ഇനി നമുക്ക് പറയാം. ഇനി 13th സ്റ്റാൻസയാണ്. The bell rang and clowing and passing of the day and end of work. അങ്ങനെ ബെല്ലൊക്കെ അടിച്ചു, കുട്ടികളൊക്കെ പോവാനായിട്ടുണ്ടാവും. ആൻഡ് ത്രോസ് ദ ചിൽഡ്രൻസ് റഷ് ടുവാർഡ്സ് ദ ഗേറ്റ്. ഓക്കെ, കുട്ടികളെല്ലാവരും കൂടെ ഗേറ്റിൻ്റെ അവിടേക്ക് മണ്ടുകയാണ് ഗൈസ്. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. അങ്ങനെ ഗേറ്റൊക്കെ തുറന്നു. ഗേറ്റ് തുറന്നു, എല്ലാവരും കൂടി കുട്ടികളെല്ലാം കൂടി മണ്ടിയപ്പോൾ ഗേറ്റൊക്കെ തുറന്നു. I bid farewell to my friends and sweetheart and passed through the gate. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടും പിന്നെ എൻ്റെ സ്വീറ്റ് ഹാർട്ടിനോടും, അതായത് ലവേഴ്സിനോടും എന്താ ബായ് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. I peered around but found no trace to my father. ഞാൻ അച്ഛനെ കുറേ തപ്പി, പക്ഷെ അച്ഛനെ ഒരു പൊടി പോലും അവിടെ കണ്ടില്ല. Who happened promised to be there. ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് അച്ഛന് നമുക്ക് പ്രോമിസ് തന്നതായിരുന്നു, കുട്ടിക്ക് പ്രോമിസ് കൊടുത്തതായിരുന്നു. നമ്മൾ കേട്ടതാണ്, കുട്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവും, ഞാൻ നിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്ന് കുട്ടീൻ്റെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രോമിസ് ചെയ്തതായിരുന്നു എന്ന് പറയുകയാണ്. ഇനി 14th സ്റ്റാൻസയാണ്. ഐ സ്റ്റെപ്ഡ് എ സൈഡ് ടു വെയിറ്റ്. ഞാൻ ഗേറ്റ് കടന്നു, എന്നിട്ട് ഒരു സൈഡിൽ വെയിറ്റ് ചെയ്തു. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ ലോങ് ടൈം വിത്തൗട്ട് അവൈൽ. ഒരു കാര്യമില്ലാതെ ഞാൻ ഒരുപാട് നേരം അച്ഛനെ കാത്തു നിന്നു എന്ന് പറയണം. I decided to return home on my own. അതായത് ഞാൻ തീരുമാനിച്ചു എന്ത് ചെയ്യാം, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോവാമെന്ന്. ഓക്കെ, ആഫ്റ്റർ ഐ ഹാഡ് ടേക്കൺ എ ഫ്യൂ സ്റ്റെപ്പ്, അങ്ങനെ കുറച്ചൊക്കെ സ്റ്റെപ്സ് എടുത്തു. എ മിഡിൽ ഏജ് മാൻ പാസ്ഡ് ബൈ. ആയിക്കൂടി ഒരു മിഡിൽ ഏജ് മാൻ പോയി. ആൻഡ് ഐ റിയലൈസ് അറ്റ് വൺസ് ദാറ്റ് ഐ നോ ഹിം. ഞാൻ റിയലൈസ് ചെയ്തു, എനിക്ക് ഇയാളെ അറിയാം എന്ന് ഞാൻ ഇങ്ങനെ റിയലൈസ് ചെയ്തു. ഹീ കെയിം ടുവാർഡ്സ് മീ ആൻഡ് സ്മൈലിങ്. അവൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് ആൾ വരുന്നത്. ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്. എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കുലുക്കി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ആൻഡ് സെയിം ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മീറ്റ്, ഹൗ ആർ യു. എന്താണ് പറയുന്നത്, നമ്മൾ കുറേ കാലമായില്ലേ മോനെ കണ്ടിട്ട്, ഹൗ ആർ യു, ഹൗ ആർ യു, നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ്. എൻ്റെ തല ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ഐ ആംഗ്രി വിത്ത് ഹിം ആൻഡ് ഇറ്റ്സ് ടേൺ ആസ്ക്. എന്താണ് കുറേ കാലമായി കണ്ടിട്ട് എന്നൊക്കെ അതിൻ്റെ എല്ലാതും കൂടെ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് അവൻ തലയൊക്കെ കുലുക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ചോദിക്കുകയാണ്, സുഖം എന്നൊക്കെ പറഞ്ഞു. ആൻഡ് യു, ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കോ, ഹൗ ആർ യു, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആസ് യു ക്യാൻ സീ, നീ കാണുന്ന പോലൊന്നുമല്ല, നീ കാണുന്ന പോലെ ഒന്നുമല്ല. നോട്ട് ഓൾ ദാറ്റ്സ് ഗുഡ്. ഒരുവിധം എല്ലാതൊന്നും ഗുഡല്ല എന്ന് പറയാണ്. ദ ഓൾ മൈറ്റ് ബി പ്രീസ്ഡ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. അല്ല, ആ ഒരു ചങ്ങായി പറയുന്നത്, ഒരാൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവന് ചെറുതായിട്ടൊന്നും, ചെറിയ കുട്ടികൾക്കൊക്കെ ആരെങ്കിലും വന്ന് കയ്യെടുത്താൽ എനിക്ക് സുഖമാണോ അങ്ങനെയൊക്കെ കയ്യൊക്കെ പിടിച്ച്, അപ്പോൾ ഇവന് എന്തോ മാറ്റമൊക്കെ ഇവനിൽ കാണുന്നുണ്ട്. ഇവൻ വലുതായോ എന്ന് എനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. Again I shook me by the hand and walked off. എന്താണ്, വീണ്ടും എനിക്ക് ഒന്ന് കൈ തന്നിട്ട് ആൾ പോയി. I proceeded a few steps. ഞാൻ കുറച്ചും കൂടെ സ്റ്റെപ്പ് എടുത്തു. Then came to a startled halt.
ഗുഡ് ലോർഡ്, there was a straight line with garden. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ കുട്ടി സ്കൂളിലേക്ക് വരുന്ന ടൈമിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് കണ്ടിരുന്നത് എന്ന്. എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു, നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കാണാമെന്നൊക്കെ. അപ്പോൾ ആ കുട്ടി സ്കൂളിലേക്ക് പോയിരുന്ന ടൈമിൽ എന്തായിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ രണ്ട് സൈഡിലും ഗാർഡൻസ് ആയിരുന്നു. എന്താണ് പറയുന്നത്, ദർ ഹാഡ് ഇറ്റ്സ് ഡിസപ്പിയർഡ് ടു. അപ്പം അതൊക്കെ എങ്ങനെ മായാജാലമാണോ, അതൊക്കെ ഡിസപ്പിയർ ആയിട്ട് പോയി. വെൻ ഡിഡ് ഓൾ ദസ് വെഹിക്കിൾ ഇൻവാൻറ്റ് ഇറ്റ്. എന്താണ്, എത്രങ്ങാനും വെഹിക്കിൾസ് ആണ്, എത്രങ്ങാനും വാഹനങ്ങളാണ് ഇൻവാൻറ്റ് ഇറ്റ്. അവിടെ എത്രങ്ങാനും വാഹനങ്ങളാണെന്നൊക്കെ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്. And when it all the horrors of humanity come to live up its surface. എന്താണ്, വാഹനങ്ങൾ മാത്രമല്ല എത്രത്തോളം ജനങ്ങളാണ് എന്ന് കൂടി പറയാണ്. ഒരുപാട് ജനങ്ങളുണ്ടെന്ന് പറയാണ്. ആൻഡ് വെയർ ദർ ദ ഫീൽഡ് ദാറ്റ് റോബേർഡ് ഇറ്റ്. എന്നാൽ നമ്മൾ പോകുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സൈഡിലൊക്കെ ഗാർഡൻസ് ആണ്, അപ്പുറത്തൊരു വലിയ ഫീൽഡ് ഉണ്ട്, അവിടെ എന്തൊക്കെ ഹെന്ന ട്രീസ് ഉണ്ട്, ഡേറ്റ് പാംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫീൽഡേ ഇല്ല അവിടെ, ഫീൽഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല അവിടെ. ഫുൾ എന്താണ്, ബിൽഡിങ്സ് ആയിരിക്കണം. ഓക്കെ, ബിൽഡിങ്സ് തന്നെയാണ്. 16th സ്റ്റാൻസ് നോക്കാം. ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്ക് ഓവർ. അവിടെ മൊത്തം എന്താണ്, ഹൈ ബിൽഡിങ്സ് ആണ്. ദ സ്ട്രീറ്റ് സർക്കിൾഡ് വിത്ത് ചിൽഡ്രൻസ്. ഇവിടെ ഒരുപാട് ചിൽഡ്രൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സ് ഷുക്ക് ദ എയർ. അതായത് നമ്മൾ ഈ ഒരു എയർ ഉണ്ടല്ലോ, എയറിനെ പോലും കുലുക്കുന്ന രീതിയിലുള്ള നോയ്സാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരുപാട് സഹിക്കാൻ പറ്റാത്ത സൗണ്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഫുൾ ട്രാഫിക് ജാം ആയിരിക്കാം, കുട്ടികൾ സംസാരിക്കുന്നത്, മനുഷ്യർ സംസാരിക്കുന്നത്, പിന്നെ വണ്ടിയുടെ ഹോർൺ, എല്ലാം കൂടെ ആ ഒരു എയറിനെ തന്നെ എടുത്ത് കുലുക്കി മറിച്ചിടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സൗണ്ടാണ് അവിടെ ഉള്ളത് എന്ന് തന്നെ പറയുന്നുണ്ട്. Then there was a band announcing the opening of a circus with എന്താണ് എന്നുവെച്ചാൽ ഒരു ബാൻഡ് തന്നെ പോകുന്നുണ്ട്. എന്താണ് അനൗൺസ് ചെയ്യുന്നത്, ഒരു സർക്കസ് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അനൗൺസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു ബുക്കിൽ തന്നെ നമുക്കൊരു പിക്ചർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിലൊരു ഫയർ എൻജിൻ, പിന്നെ ഒരുപാട് മനുഷ്യരുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണ് പറയുന്നത്, അങ്ങനെ എന്താണ് നല്ല അനൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സർക്കസ് ഓപ്പൺ ചെയ്യുന്നതിനെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകുന്നുണ്ട്. വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. അതായത് അതിൻ്റെ മുന്നിൽ കൂടി കുറേ കോമാളികളും പിന്നെ എന്താണ് വെയ്റ്റ് ലിഫ്റ്റേഴ്സും നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ക്ലൗൺസ് മീൻസ് കോമാളികളാണ് കേട്ടോ. ദ ലൈൻസ് ഓഫ് ട്രാക്സ്, സെൻട്രൽ സെക്യൂരിറ്റി ട്രോപ്സ് ക്രൗഡ് മെജസ്റ്റിക്കൽ ബൈ. ഇതെന്താണ് പറയുന്നത് വെച്ചാൽ ഒരു ലൈൻ പോലെയാണ് അവിടെ ട്രക്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രക്സ് അറിയില്ലേ, വലിയ വലിയ ഈ വാഹനങ്ങളൊക്കെ, വലിയ ട്രക്സുകളൊക്കെ അവിടെ ഒരു സെൻട്രൽ സെക്യൂരിറ്റി ട്രോപ്സ് ആ ഒരു ഇതിൻ്റെ പേരിലാണ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ലൈൻ പോലെയാണ് അത് പോകുന്നത്, ഗാംഭീര്യത്തോടെയാണ് അത് പോകുന്നത് എന്നാണ് പറയുന്നത്. സൈറൻ ഓഫ് എ ഫയർ എൻജിൻ ഷീക്കഡ് ആൻഡ് ഇറ്റ് വാസ് നോട്ട് clear how the vehicle could clean its way to reach the blazing fire. ഇവിടെ പറയുന്നത് ഒരു ഫയർ എൻജിൻ്റെ സൈൻ നന്നായിട്ട് തന്നെ മുഴങ്ങുന്നുണ്ട്. പക്ഷെ അത്രയും വാഹനത്തിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു ഫയർ എൻജിൻ എങ്ങനെയാണ് ആ ഫയറുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുക എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയി എന്ന് പറയണം. ദ ബാറ്റിൽ റാൻ between the taxi driver and this passenger. അതായത് ഒരു പാസഞ്ചറും അവിടെ ഒരു വലിയ കലാഹം നടക്കുകയാണ്, ഒരു വലിയ ഒരു യുദ്ധം നടക്കുകയാണ്.
അതായത് ഒരു വഴക്ക് നടക്കുകയാണ് അവിടെ. ആര് തമ്മിലാണ്? ഒരു ടാക്സി ഡ്രൈവറും പിന്നെ അതുപോലെ തന്നെ ഒരു പാസഞ്ചറും തമ്മിൽ. വിൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ എ ഹെൽപ്പ് ആൻഡ് നോ വൺ ആൻസർ. ആ ഒരു പാസഞ്ചറിൻ്റെ വൈഫ് ഉണ്ടല്ലോ, ആ ഒരു വൈഫ് ഹെൽപ്പിന് വേണ്ടി ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ ഹെൽപ്പിന് വേണ്ടി ഇങ്ങനെ കെഞ്ചുകയാണ്. പക്ഷെ ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഗുഡ് ഗോഡ്, എൻ്റെ ദൈവമേ, മൈ ഹെഡ് സാം. എന്താണ് അവൻ്റെ ഹെഡ്? മൈ ഹെഡ് സാം, എനിക്ക് തലയൊക്കെ എന്താണ് ചുറ്റുന്നു, വേദനിക്കുന്നു എന്നൊക്കെ പറയാണ്. ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി, എനിക്ക് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ദ ഹാഫ് എ ഡേ ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് സൺസെറ്റ്? ഈ ഒരു സംഭവം വെറും ഒരു ഹാഫ് എ ഡേ, ഒരു ദിവസത്തിൻ്റെ പകുതിയിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നോ എന്നൊക്കെ അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ഒരു ഏർലി മോർണിംഗ് തൊട്ടൊരു സൺസെറ്റ് വരെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഈ ഒരു സംഭവത്തിനുള്ള ആൻസർ കണ്ടുപിടിച്ചിരിക്കും എന്ന് അവന് പറയുകയാണ്. ബട്ട് വേർ വാസ് മൈ ഹോം? പക്ഷെ എൻ്റെ വീട് എവിടെയാണ്? അവന് അതുകൂടെ ഒന്നും മനസ്സിലാവണില്ല. ഫുൾ ബിൽഡിങ്സ് അല്ലേ, ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഗാർഡൻസ് കാണുന്നില്ല, ആ ക്രോപ്സ്, നട്ടിരുന്ന ക്രോപ്സ് എവിടെയാണെന്നും കൂടെ അറിയണില്ല. ആ ഫീൽഡേ മൊത്തമായിട്ട് നശിച്ചിട്ടുണ്ട്. ഐ കുഡ് സിങ് അലോങ് ടോൾ ബിൽഡിങ്സ് ആൻഡ് അവനാകെ കാണാൻ പറ്റുന്നത് ടോൾ ബിൽഡിങ്സ്, ഒരുപാട് നല്ല നീളത്തിൽ പണിതിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സ് ആണ്. പിന്നെന്താണ്, ഹോർഡ്സ് ഓഫ് പീപ്പിൾസ്. പിന്നെ അവന് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ജനങ്ങളെ. അത് തന്നെ അവന് കാണാൻ സാധിക്കുന്നത് വീടൊന്നും കാണാൻ പോലും ഇല്ല എന്ന് പറയാണ്. ഇനി 18th stanza. ഐ ഹെസ്റ്റേൺ ഓൺ ടു മൈ ക്രോസ് റോഡ് ബിറ്റ്വീൻ ദ ഗാർഡൻ ആൻഡ് അബുക്കോട. ഐ വാസ് ടു ക്രോസ് അബുക്കോട ടു റീച്ച് മൈ ഹോം. എനിക്ക് എന്തായാലും ഗാർഡൻ്റെയും അബുക്കോടയുടെയും ആ ഒരു നടുക്ക് കൂടെയാണ് എനിക്ക് ക്രോസ് ചെയ്യേണ്ടത്. ആ ഒരു അബുക്കോട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോഡ് ക്രോസ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ് മീ. അത്രയും വാഹനങ്ങൾ പോകുന്ന കാരണം എനിക്ക് അതിൽക്കൂടി കടക്കാൻ പോലും പറ്റണില്ല എന്നാണ് പറയുന്നത്. ഇത് കാർസ് ഒരു സ്ട്രീമിലൂടെ ഒരു വലിയ തടാകത്തിലൂടെ ഒക്കെ ഇങ്ങനെ ഒഴുകുന്നത് പോലെയാണ് നമ്മളെ കാർസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് സ്പീഡിലാണ്. കാരണം അവർക്ക് നീങ്ങാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ അവർ വേഗം പോവുകയാണ്. അവരെല്ലാവർക്കും എവിടെ എത്തണം എന്നുള്ളതാണ്. ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്ന പോലും ആരും പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് കാർസ് വരുന്ന കാരണം ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ദ ഫയർ എൻജിൻ ഷയറിംഗ് വാസ് ഷേക്കിംഗ് ഓൾ ഫുൾ പിച്ച്. ഉള്ള സൗണ്ട് മൊത്തം എടുത്തുകൊണ്ടാണ് ആ ഒരു ഫയർ എൻജിന് മുഴങ്ങുന്നത്. ആസ് ഇറ്റ് മൂവ് അറ്റ് എ സ്നൈൽ പാസ്. എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു ഫയർ എൻജിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് ഫുൾ പിച്ചിലാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഒച്ച മൂവ് ചെയ്യുന്ന പോലെയാണ് ആ ഒരു ഫയർ എൻജിൻ മൂവ് ചെയ്യുന്നത്. ഉള്ള സൗണ്ടിന് മൊത്തം ഇട്ടിക്കണേ. എന്നാൽ പിന്നെ ഉള്ള സൗണ്ട് മൊത്തം ഇടേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും പതുക്കെയല്ലേ വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ഫുൾ പിച്ചിലിട്ടുണ്ട്. പക്ഷെ അത് പോകുന്നതോ ഒരു ചെറിയ ഒച്ച പോകുന്ന ആ ഒരു സ്പീഡ് പോലും ഇല്ല. അത്രയും വാഹനം കൊണ്ട് തിരക്കി നിൽക്കുകയാണ്. കണ്ടോ, നമുക്കവിടെ കാണാം. നമ്മൾ ആ മുന്നേ പറഞ്ഞ ആ ഒരു സർക്കസിൻ്റെ വണ്ടിയുടെ ബാക്കിലാണ് ഒരു ഫയർ എൻജിൻ വരുന്നത്. ആൻഡ് ഐ സെഡ് ടു മൈ സെൽഫ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഈസ് കൺസ്യൂം. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്. അവന് സത്യം പറഞ്ഞാൽ അതെല്ലാം കൂടെ കണ്ടിട്ട് എക്സ്ട്രീംലി ഇറിറ്റേറ്റ് ആവുകയാണ്. സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുകയാണ് എന്ന് പറയാണ്. ഐ വോണ്ടേഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. എനിക്കതിൽ കൂടെ ഒന്ന് കടക്കാൻ പോലും
പറ്റണില്ല. ഐ സ്റ്റുഡ് ദെയർ എ ലോങ് ടൈം. ഞാൻ ഒരുപാട് നേരം അവിടെ നിന്നു, ഒരുപാട് നേരം നിന്നു. ടിൽ ദ യങ് ലാഡ്, എന്താണ് പറയുന്നത്, അങ്ങനെ ഒരു യങ് ലാഡ് വെച്ചാൽ ഒരു യങ് ആയിട്ടുള്ളൊരു ചെറിയ കുട്ടി, ഒരു യങ് ആയിട്ടുള്ളൊരു ചെറിയ കുട്ടി എംപ്ലോയ്ഡ് അറ്റ് ദ അയറിംഗ് ഷോപ്പ്. അവിടുത്തെ ഒരു എംപ്ലോയറാണെന്ന് തോന്നുന്നു, ഒരു അയറിംഗ് ഷോപ്പത്തെ. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഇറങ്ങി വരികയാണ്. ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. എന്നിട്ട് എന്താണ് ആൾ ചെയ്തത്, ഒരു അവൻ്റെ അടുത്തേക്ക് ഞാൻ നടന്ന് വരുന്നുണ്ട്. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ആം. ആ ഒരു ആളിങ്ങനെ, ആ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ കൈ കൊടുത്തു. ആൻഡ് സെൻ ജെന്റ്ലി. അപ്പോൾ എന്നിട്ട് ജെന്റ്ലി ആയിട്ട് ആളോട് പറഞ്ഞു, എന്താണ് പറയുന്നത്, ഗ്രാൻഡ്പ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. എന്താണ് പറയുന്നത്, ഗ്രാൻഡ്പ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ LKG നിന്ന് തുടങ്ങി ആദ്യമായി സ്കൂളിൽ പോയത് ആ ഒരു എത്ര വയസ്സായിട്ടുണ്ടല്ലോ, ഒരു ഗ്രാൻഡ് പേ ആയിട്ടുണ്ട്. ആ ഒരു ഗ്രാൻഡ് പേ ആവുന്നത് വരെയുള്ളൊരു സ്റ്റോറിയാണ്, വെറും ഹാഫ് എ ഡേ എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ഒരുപാട് കാലത്തിന് ശേഷം വരുന്ന മാറ്റത്തെക്കുറിച്ചും ഒരു ഇതിനൊക്കെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കഥയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഗ്രാൻഡ്പ ലെറ്റ് മീ ടേക്ക് യു അക്രോസ്. ഞാൻ നിങ്ങളെ എന്തായാലും അപ്പുറം കടക്കാനായിട്ട് സഹായിക്കാം എന്നാണ് പറയുന്നത്. ഈ ഒരു പോർഷനെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്റ്റോറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു 2 പാർട്ടിലായിട്ട് ഈ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്താണ്, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. അതായത് ആദ്യം ഈ ഒരു കുട്ടി ചെറുതായിരുന്ന സമയത്ത് ആ കുട്ടി പോയിരുന്ന ഒരു സ്ട്രീം ലൈൻ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ 2 സൈഡിലും ഗാർഡൻ കൊണ്ട് നിറഞ്ഞിരുന്നു. ഫീൽഡിൽ ഒരുപാട് ക്രോപ്സ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ആ ഒരു കുട്ടി വലുതായപ്പോഴേക്കും ഒരുപാട് ബിൽഡിങ്സ് വന്നു, വെഹിക്കിൾസ് കൂടി. ഒരു ഹെൽപ്പിന് പോകുന്ന ഒരു ഫയർ എഞ്ചിന് പോലും നേരെ ചുമ പോകാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പറയുന്നത്. ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഓരോ സ്ഥലത്ത് കൂടി നിൽക്കൽ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ മനുഷ്യർ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ വേറൊരു സബ്ജക്റ്റുമായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ അടുത്ത പാഠമായിട്ട് ഒരുപാട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി പിന്നീട് കാണാം. ബൈ.